ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനേനം എന്നോണം വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിൽ നമ്മൾ വെബിനാറുകൾ നടത്തി വരുന്നു. ഇതിലൂടെ നമ്മുടെ നോളജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ഒന്നും കൂടി സ്കിൽഡ് ആവാനും നമ്മുടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന വെബിനാറുകളാണ് നമ്മൾ നടത്തി വരുന്നത്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അറിയേണ്ടതായിട്ടുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിലാണ് നമ്മൾ ഓരോ ദിവസവും വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു അറിവുകളൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആൾ ഓർ നത്തിങ് ട്രാപ്പ് എന്നുള്ളതാണ്. അതായത് ചിലർക്കൊക്കെ പലപ്പോഴും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് 100% പെർഫെക്റ്റ് ആവണം, അല്ലെങ്കിൽ ടോട്ടലി നമ്മൾ ഡൗൺ ആയി പോകും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോവാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ടോട്ടലി അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് നമ്മുടെ ഒരു മെന്റൽ ബ്ലോക്ക് ആണല്ലേ. അങ്ങനെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു എക്സാമിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫെയിൽ ആയാൽ അത് അവിടെ വെച്ച് ഡൗൺ അവിടെ കഴിഞ്ഞു എന്നുള്ള നമ്മുടെ ഒരു തോട്ട്. ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നും അത് നമുക്ക് എങ്ങനെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ നമ്മുടെ ഈ ഒരു സെഷനിലൂടെ നമുക്കിന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ടോപ്പിക് ഇവിടെ സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റെഫി അനഗ മേമാണ്. മേം ഒരു സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, EFT പ്രാക്ടീഷണർ ആണ്, അതുപോലെ തന്നെ വെൽനസ് കോച്ചാണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ ഹീൽ ദ ഹീലർ എന്ന ഒരു മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് നടത്തി വരുന്നു. അതിന്റെ 2 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ വിൻബിൾ ഹാർമണി എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ മൈൻഡ് ബോഡി സോൾ റീ അലൈൻമെന്റ് പ്രോഗ്രാം, ഒരു 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം മാം തികച്ചും സൗജന്യമായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്തിരുന്നുണ്ട്. വളരെ കുറഞ്ഞ ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്നത് നമുക്ക് ഏവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. സോ നമ്മുടെ ആൾ ഓർ നത്തിങ് ട്രാപ്പ് എന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിന് ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു വെബിനാറിലോട്ട് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെഫി മാമിനെ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? മാം, ചെറിയ രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ട് മാം. ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? ഞാൻ ഒന്ന് സ്റ്റേബിൾ ആകുന്നത് വരെ ഒന്ന് വീഡിയോ പോസ് ചെയ്യാം. ഇപ്പൊ ഓക്കെ ആണോ? പോസ് ചെയ്യണോ? ഓക്കെ ഫൈൻ. അപ്പോൾ റഹ്മത്ത് മാമിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കായിട്ട് ഒരുക്കി തന്ന യൂണിവേഴ്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. ഒപ്പം തന്നെ വിംബിൾ അക്കാദമിയോടും എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ഫൈസൽ സാറിനോടുമുള്ള ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ആൻഡ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒത്തിരി തിരക്കുകളുള്ള ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് ഇവിടെ ജോയിൻ ആയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. നമ്മുടെ കുറച്ച് സമയത്ത് ഈ ഒരു ക്ലാസ്സിലേക്ക് എടുത്തിരിക്കുന്ന ടോപ്പിക് ഓൾ ഓർ നത്തിങ് ട്രാപ്പ് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയും. എന്താണ് ഈ ഓൾ ഓർ നത്തിങ് എന്നുള്ളത് റഹ്മത്ത് മാം ഷോർട്ടായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഒന്നുകിൽ എല്ലാം ശരിയായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. എല്ലാം യെസ് പറഞ്ഞോളൂ. സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ എല്ലാം സെറ്റായിട്ട് നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ എല്ലാം ശരിയായിട്ട് നടക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഇത് തുടർന്നു പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പലർക്കും ഉണ്ടാകാം അല്ലേ? അത് ആക്ച്വലി ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല.
പക്ഷേ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു ലൈഫ് ജേണിയിൽ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു പ്രിക്കോഷൻ എടുക്കണം അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു അവസ്ഥ? ഈ അവസ്ഥ നമ്മുടെ കരിയർ ഗ്രോത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷനിൽ എന്ത് തടസ്സങ്ങളാണ് ഉണ്ടാക്കി തരുന്നത്? അവയ്ക്ക് കാരണം എന്താണ്? എങ്ങനെയാണ് അതിനെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കുക? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഓൾ ഓർ നത്തിങ്, അതിന്റെ മറ്റൊരു വേർഷനിൽ നമുക്ക് പറഞ്ഞാൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ, പെർഫെക്റ്റ് അല്ലെങ്കിൽ വേർത്ത്ലെസ്. ഇതാണ് ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അല്ലെ? പൂർണ്ണമായിട്ട് ഒന്നുകിൽ ശരിയാകണം, അല്ലെങ്കിൽ അത് പൂർണ്ണമായും തെറ്റായിരിക്കും. ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് എടുത്തു നോക്കുമ്പോൾ, ഇപ്പോ നമ്മളെല്ലാവരും തന്നെ പല രീതിയിൽ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ അത് ആരോഗ്യ മേഖലയിലായിരിക്കാം, ചിലപ്പം ഫൈനാൻഷ്യലി ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലാകാം, കരിയർ ഗ്രോത്തിലാകാം. എനിവേ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഇവിടെ ട്രെയിനേഴ്സും കോച്ചസും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ മേഖലയിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ ഡിസ്കഷൻ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെ? അപ്പൊ ഈ ഒരു ജേണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് എന്താണ് അത് തടസ്സം ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഒക്കെ തന്നെ കാണുകയാണ്, വളരെയധികം ഇൻസ്പിറേഷൻ ആവുകയാണ്. നമ്മൾക്ക് ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ സ്പീക്സ് ഒക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വളരെ ഇൻസ്പയർഡ് ആകും. എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാണ്, ഓക്കെ നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ഇതാണ് എൻ്റെ പ്ലാന്, എൻ്റെ ടൈം ഷെഡ്യൂൾ ഇങ്ങനെയാണ്, ആദ്യം ഞാൻ ഈ കാര്യം ചെയ്യും, പിന്നെ ഇത് ചെയ്യും അല്ലെ? അങ്ങനെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്യും. ആദ്യത്തെ 2 ദിവസങ്ങൾ നമ്മൾ ചെയ്യും, മൂന്നാമത്തെ ദിവസം മേ ബി നമ്മുടെ തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ടോ നമുക്ക് അതിലുള്ള പല കാര്യങ്ങളും മിസ്സായി പോകാം. അപ്പോ നമുക്ക് ആകെ ഒരു ഫ്രസ്ട്രേഷൻ വരികയാണ്, അയ്യോ അത് മിസ്സായി, പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി അല്ലെ? ടു ഡു ലിസ്റ്റിൽ ടിക്ക് ഇടുന്ന സമയത്ത് പലതും മിസ്സാണ്. ആ സമയത്ത് നമുക്ക് വളരെ ഫ്രസ്ട്രേഷൻ വരികയും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റയടിക്ക് അവിടെ ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. ഒരു 4-5 ദിവസം നമ്മൾ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒറ്റയടിക്കിന് നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷന്, നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം നമ്മൾ ഒറ്റയടിക്ക് അവിടെ നിർത്തി വെക്കുകയാണ്. പിന്നെ ഒരു ശുഭമുഹൂർത്തം വരണം അടുത്ത രീതിയിൽ ഒന്ന് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അവിടെയും നമ്മൾ ഇത് തന്നെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇതേ ലൂപ്പില് പെട്ടുപോയ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സ്വയമേ ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ, അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് അതിനുള്ള സൊല്യൂഷൻസ് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ, അല്ലെങ്കിൽ ഇതേ കാര്യം, ഇതേ പ്രശ്നം എനിക്കും ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ ഇതൊക്കെ ഒന്ന് അത് ശരിയാവട്ടെ. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ നല്ല രീതിയിൽ ഓവർ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഡബിൾ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. 128 മേലെ ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, പല പല പ്രശ്നങ്ങളായിരുന്നു. മൊത്തത്തിൽ എന്താണ്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും എല്ലാം കൈവിട്ടു പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഹെൽത്ത് പതുക്കെ റീഗെയിൻ ചെയ്തു, കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ചു. കാര്യം ഒരു 128 കിലോന്ന് 28 കിലോ ഒക്കെ കുറച്ച് ഒരു 100 കിലോ എത്തുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ 28 കിലോ കുറച്ചു എന്ന് എനിക്ക് പുറത്തേക്ക് പറയുന്ന സമയത്ത് ആളുകൾ എന്തായിരുന്നു, വെയിറ്റ് കുറക്കാനോ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാലും ആനക്കുട്ടി പോലെ ഉണ്ട് എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വല്ലാതെ റോസ് ആവും. കാരണം കാര്യം നമ്മൾ ഒത്തിരി റിസ്ക് എടുത്ത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ 28 kg ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മൾ വണ്ണമുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും
ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈസിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ ബോഡി അപ്പിയറൻസ് അതെനിക്കൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റായിട്ട് ഞാൻ ഇറങ്ങാം. എൻ്റെ വെയിറ്റ് ഒക്കെ ഞാൻ കറക്റ്റ് നമ്മുടെ ഐഡിയൽ വെയിറ്റിലാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇറങ്ങാം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മനസ്സിൽ വന്നൊരു കാര്യം, ഞാൻ ഇറങ്ങാൻ പോകുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ലൈഫിലേക്ക് പിക്ക് ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷൻ അനുഭവിച്ചതുപോലെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലുള്ളവരെ പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതില് എനിക്ക് എന്തൊക്കെ ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റും അല്ലെ, ആ ഒരു കണ്ടീഷനിൽ ഇരുന്നിട്ട് എനിക്ക് പറയാം എനിക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കിട്ടാത്തതിനെ പറ്റി നമ്മൾ അവിടെ വേവലാതിപ്പെടുന്നതിനെയും കാട്ടി എല്ലാം സെറ്റായിട്ട് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴും ഞാൻ ഇറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോഴും ഞാൻ ഐഡിയൽ വെയിറ്റ് എത്തിയിട്ടില്ല. ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, അതിന് വെയിറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ പ്രൊഫഷനിൽ വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വിചാരിച്ചാൽ, അന്ന് ഞാൻ അങ്ങനെയായിരുന്നു. പല ആളുകളും എൻ്റെ കോച്ചസ് ഒക്കെ എന്നോട് പറയുന്നത് റിസൾട്ട് ഷെയർ ചെയ്യും, റിസൾട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുക, മറ്റുള്ളവരെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ബട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തോട്ട് അതാണ്, എല്ലാം സെറ്റായിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്നും ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു, ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു എൻ്റെ ലൈഫ്. ആൻഡ് ഡിപ്രഷന്റെ കാര്യം പറയുന്ന സമയത്തും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് പ്രശ്നങ്ങളാണ്, എനിക്ക് അങ്ങനെയാണ്, ആവലാതികൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഓരോ സ്റ്റെപ്പുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, എൻ്റെ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു ദിവസം 1% അത് മാത്രം എടുത്താൽ മതി. 10 ദിവസം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 10% ആയി. 100 ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. വലിയ ടാർജറ്റോ വലിയ ഗോളുകളോ ഒന്നും നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യണ്ട. ഇന്ന് 1%. ഇതായിരുന്നു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന കാര്യം. മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എപ്പോഴും അധികവും കേൾക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. എന്താണ്, എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ബട്ട് മനസ്സിൽ ഒത്തിരി അധികം ആഗ്രഹമുണ്ട്, മുന്നോട്ട് പോകണം, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കണം, ഒത്തിരി ആൾക്കാരിലേക്ക് എത്തണം, അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ട്. ബട്ട് എന്താണ്, നമ്മൾ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോ എന്താ മാം ചെയ്യേണ്ടത്, എനിക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് അല്ലെ, അങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും വിഷമം വരും അല്ലെ. അത്രയും ആഗ്രഹത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ടത് പറ്റുന്നില്ല. ബിക്കോസ് ഈ ഒരു മൈൻഡ് സെറ്റിൽ അവർ ട്രാപ്പായി പോയിരിക്കുകയാണ്. അതിന് ഒരുപാട് ഹിഡൻ റീസൺസ് ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ജേണി ആയിക്കോട്ടെ, ഇപ്പോ മെഡിറ്റേഷൻ ബേസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ജേണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും NLP ബേസ്ഡ് ആയിക്കോട്ടെ, EFT ബേസ്ഡ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ജേണി ആണെങ്കിലും സ്പെസിഫിക്കലി ഓരോ ദിവസവും നമ്മൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവും. ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1-2 ഒക്കെ നമ്മളെടുത്ത് വിട്ടു പോകാം. ചിലപ്പോൾ സമയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, പല 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 കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ 1-2 ടാസ്കുകൾ വിട്ടുപോകാം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 5 ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക ഡെയിലി ബേസിസിൽ. അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തതായിരിക്കാം. നിങ്ങൾ സെറ്റ് ചെയ്യാണ്, ഞാൻ നാളെ മുതൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. 5 കാര്യങ്ങളാണ് സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അതിൽ 2 നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു, ബാക്കി 3 വിട്ടുപോയി. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാം. രാവിലെ എഴുന്നേൽക്കുന്നു, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, ബ്രീത്ത് എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഫിസിക്കൽ മൂവ്മെന്റ് ചെയ്യണം, ബുക്കുകൾ വായിക്കണം, ഇങ്ങനെ പല പല ടാസ്കുകൾ കൊടുക്കാം. അപ്പോ ആൾ എന്ത് ചെയ്തു, എഴുന്നേറ്റു, മെഡിറ്റേഷൻ ഇരുന്നു, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു.
ബട്ട് എന്ത് കിട്ടിയില്ല? കോൺസെൻട്രേഷൻ കിട്ടിയില്ല, ഫോക്കസ് കിട്ടിയില്ല, മെഡിറ്റേഷൻ ചെയ്തതിൽ സാറ്റിസ്ഫാക്ഷനും കിട്ടിയില്ല. ഓക്കെ, പക്ഷേ അവിടെ അവരെ സംബന്ധിച്ച് ഒരു കാര്യം നടന്നത്, മെഡിറ്റേഷനിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടിയില്ല, പക്ഷേ ഞാൻ പതിവിലും നേരത്തെ ഉണർന്നു, രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനിരുന്നു, ആദ്യത്തെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് എന്ത് കിട്ടിയിട്ടില്ല? ബാക്കി അങ്ങോട്ട് ഫോക്കസ് കിട്ടിയിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് കിട്ടാത്ത കാര്യത്തിനേക്കാളും 2 കാര്യങ്ങൾ അവിടെ അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെ മാഡം. ഒന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. രണ്ടാമത്തോ? ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു, കൃത്യമായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു. അതോടൊപ്പം തന്നെ അതിനൊരു എഫേർട്ട് എടുത്തു അല്ലേ? രാവിലെ എഴുന്നേറ്റു, ബ്രീത്തിങ് ചെയ്യാൻ അവിടെ നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ചെന്നിരുന്നു അല്ലേ? അത് തന്നെ ഒരു വലിയ എഫേർട്ടാണ്. അപ്പോ ചെയ്യാത്ത കാര്യങ്ങളെ അവിടെ വിട്ടിട്ട് ചെയ്ത കാര്യങ്ങളിൽ അപ്രിസിയേഷൻ കൊടുക്കാനായിട്ട് സ്വയമേ അല്ലേ? ഒന്നുമില്ലെങ്കിൽ പറഞ്ഞോട്ടെ, ഇത്രയും ദിവസം ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു, നീ അടിപൊളിയാണെന്ന് പറയണം അപ്പോഴും നമ്മളടുത്ത് തന്നെ അല്ലേ? ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്തു? ബ്രീത്ത് ചെയ്യാൻ അവിടെ ഇരുന്നില്ലേ? ഇത്രയും സമയം മെനക്കെട്ട് നമ്മൾ അവിടെ ഇരുന്നില്ലേ? അതിനൊരു കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കുക അല്ലേ? അപ്പോ ഇവിടെ പറഞ്ഞു വന്നത് ഇതാണ്, ടാസ്കിൽ ചിലപ്പോൾ പലതും മിസ്സായി പോകാം, ബട്ട് വി ക്യാൻ കണ്ടിന്യൂ അല്ലേ? വിട്ടുപോയത് അവിടെ വെച്ചിട്ട് ചെയ്തതിൽ അപ്രിഷ്യേറ്റ് ചെയ്യുക. നാളെ അതിൻ്റെ കൂടെ 1% അഡീഷണലി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കോൺസെൻട്രേഷൻ, ഫോക്കസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്ത് കാര്യത്തിലായിക്കോട്ടെ, ബുക്ക് വായിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലായിക്കോട്ടെ, എക്സസൈസിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോക്കസ് കിട്ടുന്നത് ബൈ പ്രാക്ടീസ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസോട് കൂടി മാത്രമേ ഈ ഒരു ഫോക്കസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഇതിന് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നുകിൽ നമ്മൾ എക്സ്ട്രീം ലെവലിലെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. ഇതിന് ബുദ്ധയുടെ ഒരു തിയറി ഉണ്ട്, മിഡിൽ പാത്ത് തിയറി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവല്ലോ, മിഡിൽ പാത്ത് തിയറി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഫസ്റ്റ് ആയിട്ട് കേട്ടു. മിഡിൽ പാത്ത്, ബുദ്ധന്റെ ഒരു മിഡിൽ പാത്ത് തിയറി എന്ന് പറയും. ശ്രീബുദ്ധന്റെ മധ്യമാർഗം എന്നാണ് അതിനർത്ഥം. അതായത് ശ്രീബുദ്ധൻ തന്റെ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് തപസ്സിരിക്കുന്ന സമയത്ത്, കഠിനമായിട്ട് വർഷങ്ങളോളം തപസ്സിരുന്നു. ആ തപസ്സിരുന്ന സമയത്ത് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഉപേക്ഷിച്ച് അത്രയും കഠിനമായിട്ടുള്ള തപസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഈ തപസ്സിലൂടെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് പല ശരീരം ക്ഷയിച്ചു, ക്ഷീണം വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ പറഞ്ഞ നമ്മൾ പറയില്ലേ, ഏറ്റവും കഠിനമായ രീതിയിലുള്ള പ്രാക്ടീസസും അതുപോലെ തന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതും അവിടെ നിർത്തിയിട്ട് മധ്യമത്തില് പ്രവർത്തിക്കുക. അതായത് കഠിനമായിട്ടുള്ള അത്യധികമായിട്ടുള്ള ആ ഒരു തപസ്സും ആവശ്യമില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. അതുപോലെ എന്ത് കൂടുതൽ സുഖലോലുപമായിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിലും നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല എന്നാ പറയുന്നത്. ഒന്നും കൂടി വ്യക്താക്കി തരാം. സുഖലോലുപതയിൽ കൂടുതൽ മുഴുകാനോ അത്യധികം കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നിൽക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ മധ്യമാർഗത്തിലൂടെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു ബാലൻസ് ആയ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുക, ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. കൺസിസ്റ്റന്റ് ആയിട്ട് ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ
എല്ലാം ശരിയായിട്ട് ഞാൻ തുടങ്ങാം എന്നുള്ളതിന് പകരം എല്ലാം ശരിയാക്കാനായി ഞാൻ ഇന്നു മുതൽ ഓരോ ചുവട് വച്ച് തുടങ്ങും എന്ന് ചിന്തിക്കാം. എന്താണ്? എല്ലാം ശരിയായിട്ട് ഞാൻ തുടങ്ങാം എന്നുള്ളതിന് പകരം എല്ലാം ശരിയാക്കാനായി ഇന്നു മുതൽ ഓരോ ചുവട് ഞാൻ വച്ചു തുടങ്ങും എന്നുള്ളത് ചിന്തിക്കാം. ഓക്കെ, അതായത് പെർഫെക്ഷനലിസം കംസ് ഫ്രം കൺസിസ്റ്റന്റ് പ്രാക്ടീസ് എന്നാ പറയുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആയിക്കോളും. എങ്ങനെ? കൺസിസ്റ്റന്റ് ആയി ബാലൻസ് ആയി മുന്നോട്ട് പോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായിക്കോളും? പെർഫെക്റ്റ് ആയിക്കോളും. അത് ഏത് മേഖലകളിലാണെങ്കിലും കൺസിസ്റ്റന്റ് പ്രാക്ടീസസ് മേക്ക് യു പെർഫെക്റ്റ്. ഓക്കെ, ആൻഡ് ഈ പറയുന്ന കാര്യം, ഈ ഒരു ചിന്താഗതിയിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ എല്ലാം ശരിയാവട്ടെ, അല്ലെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അല്ലെ ഇതിങ്ങനെ നീണ്ടു പോകും. എന്ന് മാത്രമല്ല, നമ്മളിങ്ങനെ പ്ലാനിങ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഈ പ്ലാനിങ് നടക്കും, പക്ഷെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നടക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് ജേണിയിൽ നമ്മുടെ സക്സസിലേക്കുള്ള ആ ഒരു ഡിസയർ ഔട്ട്കമ്മിലേക്കുള്ള യാത്ര, അതിൻ്റെ ദൂരം എന്ത് ചെയ്യും? നമ്മൾ അറിയാതെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് തോന്നും നമ്മൾ അതിനടുത്താണെന്ന്, പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിൽ നിന്ന് ദൂരത്തേക്ക് ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സക്സസിലേക്കുള്ള ആ ഒരു യാത്ര എത്രമാത്രം വേഗത്തിലും സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുമോ അത്രമാത്രം നല്ലതെന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഈ വേഗത എന്ന് പറയുന്നത് തിടുക്കം കൂട്ടി ഓടുന്നതിലല്ല, പകരം എന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിലാണ് കാര്യമിരിക്കുന്നത്. വീണ്ടും ഞാൻ പറയാണ്, ഓരോ ദിവസം ഓരോ പെർസെൻറ്റേജ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മെയിൻ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഉയർച്ചയെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രോത്തിനെ ഇതെങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്തത്, പാരലൈസസ് ബൈ പെർഫെക്ഷനലിസം. എല്ലാം ശരിയായി തുടങ്ങാം എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നത്, ഇപ്പൊ പറഞ്ഞതുപോലെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര അതിനെ തടസ്സപ്പെടുത്തി അതിനെ മന്ദീകരിപ്പിക്കാനായിട്ട്, അതായത് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 10x ഗ്രോത്തിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ഡ്രീം ആയിട്ട് അവിടെ അവശേഷിക്കും എന്നർത്ഥം. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 1%. ഓക്കെ, then second one, low self esteem. ചെറിയ ലോ സെൽഫ് എസ്റ്റീം, ചെറിയ പിഴവുകൾ പോലും താങ്ങാനാവാതെ താൻ ഒരു പരാജയമാണ് എന്ന ചിന്തയിൽ വീണു പോവുക. എന്താണ് അതിനർത്ഥം? അതായത് കുഞ്ഞു കുഞ്ഞു പിഴവുകൾ വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പോലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ആകെപ്പാടെ ഡിസ്റ്റർബായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ എല്ലാം അവിടെ തീർന്നു എന്നുള്ളൊരു മനോഭാവത്തിൽ എത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു യങ് ജനറേഷനിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. പല കാര്യങ്ങളിൽ, എഡ്യൂക്കേഷൻ ലെവലിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്പെസിഫിക്കലി എന്തെങ്കിലും റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഈ പറയുന്ന ഒരു കാര്യം അവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഇതിൽ ഒരുപാട് പാരൻസ് ഉണ്ടാവും, അല്ലെ? അപ്പം അവരും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു പെർഫെക്ഷനലിസം ഇത് നമ്മൾ ടീച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. അതിന്റെ കാര്യം അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം ചെറിയ പിഴവ് വരുമ്പോൾ പോലും താൻ അതിന് മതിയായവനല്ല, അല്ലെങ്കിൽ ഞാൻ വേർത്തല്ല എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പല തെറ്റായ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ പോലും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ചും കൂടി മനോബലവും ഇല്ലാത്ത ഒരാളും കൂടി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാ വേണ്ടല്ലേ, അല്ലെ? അങ്ങനെയല്ലേ? അപ്പോൾ ലോ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിന് ഓക്കെ അല്ല, മതിയായവരല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരികയാണ്. ആ പിഴവുകളിൽ നമ്മൾ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല, ഐ എം കംപ്ലീറ്റ്ലി വർത്ത്ലെസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും, അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴാൻ സാധ്യതകൾ ഏറെയാണ്, എസ്പെഷ്യലി നമ്മുടെ യങ് ജനറേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി.
ഈ പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് ആകാനുള്ള ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു പ്രഷർ നമുക്ക് സ്ട്രെസ് കൂട്ടും. സ്ട്രെസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ഓവറായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് നമ്മളെ ഫിസിക്കലിയും ഇമോഷണലിയും ബാധിക്കുകയും അത് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ കൂടും. കോർട്ടിസോളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല കാര്യങ്ങളും നമുക്ക് നേരെ റിവേഴ്സ് ആയിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനിടയ്ക്കൊരു സിറ്റുവേഷൻ ഉണ്ടായ, ഒരു ഇൻസിഡന്റ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു ക്ലയന്റിനെ സംസാരിക്കുന്ന സമയത്ത് ആൾക്ക് സിവിയർ ആയിട്ടുള്ള PCOD ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ് നന്നായിട്ടുണ്ട്, പല പല പ്രോബ്ലംസ് ഇങ്ങനെ പറയാണ്. അപ്പം കാര്യമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ചോദിച്ചതിനൊന്നും ആൾക്ക് പറയാനില്ല. പക്ഷെ സംസാരിച്ചു വന്ന സമയത്താണ് മനസ്സിലായത്, ഈ പറഞ്ഞ രീതിയിൽ എല്ലാം ഓക്കെ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, ചെയ്യുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കുറച്ച് അധികമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫെയിൽ ആകുന്ന സമയത്ത് അത് ആളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നം അത് എവിടെ നിന്ന് ഉടലെടുത്ത് വന്നതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഫ്രം ഹെർ ചൈൽഡ്ഹുഡ്. അപ്പോൾ അതിന്റെ റീസൺ ഞാൻ നെക്സ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഈ ഒരു സ്ട്രെസ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്ട്രെസ് അവരിൽ കോർട്ടിസോൾ ഇൻക്രീസ് ചെയ്തു. ഈ കോർട്ടിസോൾ അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ ഡൈജഷൻ പ്രോബ്ലത്തിലേക്ക് അത് നയിച്ചു. കൂടാതെ PCOD ലെവൽ ഇൻക്രീസ് ആകാനൊക്കെ തന്നെ ഈ സ്ട്രെസ് ഹോർമോൺ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് അടുത്ത കാര്യം. ആൻഡ് ഫോർത്ത് വൺ, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരിക. ബിക്കോസ് ഈ പെർഫെക്ഷണലിസം ഉള്ളവർക്ക് പൊതുവെ, എല്ലാവർക്കും അല്ല എന്നാൽ കുറച്ചു പേർക്കെങ്കിലും ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരും അതേപോലെ പൂർണ്ണതയിൽ സമ്പൂർണതയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട്. അപ്പോൾ അത് റിലേഷൻഷിപ്പിൽ ക്ലാഷസ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതാണ് അടുത്തൊരു പ്രശ്നം. ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാര്യം, ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ലൈഫിൽ എത്രമാത്രം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എത്രമാത്രം പ്രോബ്ലംസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. ആൻഡ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അത് നമ്മൾ കാണുന്നതിന് മുന്നേ, നാലാമത്തെ മനസ്സിലായില്ല. നാലാമത്തത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. അല്ലാതെ അതായത് നമുക്കിപ്പോ പറഞ്ഞോ, അതെങ്ങനെ, അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പറയും. ഇപ്പോ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, ഒരു എക്സാമ്പിൾ എടുത്തതാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഒരു 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം വൈഫ്, എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം ഹസ്ബൻഡ്? ഒന്ന് പറയാവോ? 50-50 നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ആണേ പറയുന്നത്. 50-50. ഇനി അതർ ആൻസർ? 30-70 മതി മാഡം. 30-70. ഇത് നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് അല്ലേ? റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ആണ് വരുന്നത്. ഓക്കെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്പിരിച്വാലിറ്റി ഓർ മെഡിറ്റേഷനിൽ വരുന്ന സമയത്ത് നമ്മളടുത്ത് പറയുന്ന ഒരു കാര്യം 0 എക്സ്പെക്ടേഷൻ ആൻഡ് 100% കമ്പാഷൻ ആൻഡ് ലവ് എന്നാണ് പറയുന്നത്. എന്താണ്? 0% എക്സ്പെക്ടേഷൻ, 100% കമ്പാഷൻ ആൻഡ് ലവ്. ഇതാണ് റിലേഷൻഷിപ്പിലെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് അറിയോ? എനി ഐഡിയ? എക്സ്പെക്ടേഷൻസ് ആണ് നമ്മളെ കൺഫ്യൂഷനിൽ കൊണ്ടാക്കുന്നത്. ഞാനൊരു 70% അദ്ദേഹം പറഞ്ഞോളൂ. എന്താണ്? എക്സ്പെക്ടേഷൻ ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ശരിയാണ്, എക്സ്പെക്ടേഷൻ ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. യെസ്, എക്സാക്ട്ലി. അതായത് നമ്മൾ പറയില്ലേ, ഒരു 70% ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്താൽ
30% നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നം ഓക്കെ അല്ലേ? ഓക്കെ 50% ഓക്കെ ചെയ്തിട്ട് ഓക്കെ ബാക്കി ചെയ്തിരിക്കണം. അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമായി അല്ലേ? അതേസമയം രണ്ടുപേരും യെസ് അവരുടെ യെസ് സറണ്ടറിങ് ചെയ്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ്ലി ചെയ്തു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? അവിടെ ആ ഒരു കമ്പാഷൻ ആൻഡ് കണക്ഷൻ ആണ് ആവശ്യമുള്ളൂ. നമ്മൾ പറയാറുണ്ടല്ലേ, ഈ അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടതെന്ന് പറയും അല്ലെ? ഈ 50-50 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായി പോവും? അതൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തിപ്പോവും. അവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. അപ്പോ വൈഫ് ഇത്രയേ ചെയ്യാൻ പാടുള്ളൂ അല്ലെ ഹസ്ബൻഡ് ഇത്രയേ ചെയ്യാൻ പാടുള്ളൂ ഉള്ളതല്ല. വൈഫിനും കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാം, ഹസ്ബൻഡിന് വൈഫിനെയും സപ്പോർട്ട് ചെയ്യാം അല്ലെ? അത് അബ്സല്യൂട്ട്ലി അവരുടെ റിലേഷനും ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അത് അവർക്ക് എന്ത് ചെയ്യാം? ഏറ്റവും അധികം പ്രഷ്യസ് ആയിട്ട്, ഏറ്റവും അധികം സേക്രഡ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് 0% എക്സ്പെക്ടേഷൻ, 100% കമ്മിറ്റ്മെന്റ് ആൻഡ് ലവ്. ഓക്കെ, അപ്പോ ഈ പെർഫെക്ഷനിസം അതിനിടക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഓപ്പോസിറ്റുള്ള ആള് ഇത്ര കണ്ട് അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മള് അവരുടെ അടുത്തുനിന്ന് ഇതേ കാര്യങ്ങളായിരിക്കും എക്സ്പെക്ട് ചെയ്യുക. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പക്ക ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്യണം. മേ ബി അവർക്ക് അത് അഡാപ്റ്റബിൾ ആയിട്ടുണ്ടാവില്ല, അവരങ്ങനെ ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ എന്തായി? ക്ലാഷ് ആയി. അപ്പം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. ആ സിസ്റ്റമാറ്റിക്കലി ഓവറായിട്ട് നമ്മൾ ആ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ, ഓവർ എക്സ്പെക്ടേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം. ഒരു കിച്ചണിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നാൽ പോലും ഞാൻ ഇങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? ക്ലാഷ് ആയി. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കാര്യം ഒരു മെഡിറ്റേഷൻ ബേസിൽ പറയുന്നത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് നമ്മുടെ എനർജി സിസ്റ്റത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും കൂടി പറഞ്ഞു തരാം. ഓക്കെ, ത്രൂ ഔട്ട് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നതും ഈ ഒരു എനർജിയുടേതായിട്ടുള്ള ആ ഒരു താളവും റിതമെറ്റിക്കും ആണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? ബിയോണ്ട് അവർ ബോഡി ആൻഡ് മൈൻഡ് നമ്മൾ എനർജി ആണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ്സസിൽ കേൾക്കുന്ന കാര്യമാണ്. ആൻഡ് എന്താണ് ഈ എനർജി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആ ഒരു എനർജി ഫ്ലോനെ ഈ ഒരു സിംഗിൾ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ, ഇമോഷൻസ്, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഈ എനർജി ഫ്ലോ വരെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമോഷൻസ്, അതുപോലെ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ചക്രാസിൽ പല ബ്ലോക്കുകളും വരാൻ സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ പെർഫെക്ഷനിസം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ അത് ചെറിയ രീതിയിലായിരിക്കും ഉണ്ടാവുക, എന്നാൽ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊന്ന് ഇപ്പം പല സിറ്റുവേഷൻ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് നിങ്ങൾക്ക് എക്സാമിൻ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് മൈൻഡിൽ നോട്ട് ചെയ്യുക. നെഗറ്റീവ് പാറ്റേൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ്, ഇമോഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്നവരിൽ എന്താണ് ചക്രാസിൽ ബ്ലോക്ക് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. മെയിൻലി 3 ചക്രാസിനെ ബേസ് ചെയ്തിട്ടാണ്, 3 അല്ല അതിലധികം വരുന്നുണ്ട്, എനിവേ 3 ചക്രാസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്ത് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു, ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇവരിൽ കൂടുതൽ. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ശരിയായില്ലെങ്കിലോ, അതുപോലെ ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ അവിടുന്ന് റിജക്റ്റ് ആയി പോകുമോ, അല്ലെങ്കിൽ എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ, ഈ ഒരു ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ദേ ഫീൽ അൺസേഫ് ഇൻസൈഡ്. അവരുടെ ഉള്ളിൽ ഒരു എപ്പോഴും നിങ്ങൾ സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയത്തോടെ അല്ലാതെ അവർക്ക് യെസ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു
നമ്മൾ പറയില്ല ഒരു ഫിയർ പോലെ ആയിരിക്കും ഇതിങ്ങനെ ചെയ്യണം. അപ്പൊ എപ്പോഴും ഒരു ടെൻഷൻ ആയിരിക്കും. നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിൽ പോലും ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ചെയ്തു കഴിഞ്ഞാലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്ത പോലെ വരിക. അത് വീണ്ടും വീണ്ടും നമ്മൾ അതിനൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഈ OCD എന്നൊക്കെ പറയുന്നതും ഏകദേശം ഈ ഒരു കാര്യത്തിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു ടെൻഡൻസി വരുമ്പോൾ അവർക്ക് ഫിയർഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ഇൻസൈഡ് ഉണ്ടാവുക. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ റൂട്ട് ചക്രേനെയാണ്. റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഇറ്റ്സ് അവർ ബേസിക് ചക്ര. എന്താണ് നമുക്കിത് പറഞ്ഞു തരാം. അതായത് ഞാനിപ്പോ പറഞ്ഞു എനർജി. ഇപ്പൊ നമ്മൾ എനർജി എന്ന് പറഞ്ഞു അല്ലെ. ഈ എനർജിയെ റെഗുലേറ്റ് സബ്സ്റ്റേഷനുകളെയാണ് നമ്മൾ എനർജി സെന്റേഴ്സ് എന്ന് പറയാ. അതിനെയാണ് ചക്രാസ് എന്ന് പറയാ. ഓക്കെ, ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കി തരാം. എന്തായാലും ആ ഒരു കാര്യം പലർക്കും സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടി അത് ക്ലിയർ ചെയ്ത് തരാം. നമ്മുടെ ബോഡിയിൽ ബിയോണ്ട് നമ്മുടെ ആ ഒരു ബോഡി ആൻഡ് മൈൻഡ് പുറമെ നമ്മൾ എന്ന് പറയുന്നത് ഒരു എനർജി ആണ് എന്നുള്ളത് ആ ഫാക്ട് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു അല്ലെ? ഉറപ്പല്ലേ? ത്രൂ ഔട്ട് ബോഡി ഈ എനർജി ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ സ്റ്റേഷൻ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കാം. ഓക്കെ, ആ പവർ സ്റ്റേഷനിൽ നിന്നും ഇലക്ട്രിക് എനർജി ഒരു കണക്ഷൻ ചാനൽ വഴി ഒരു സബ്സ്റ്റേഷൻസിലേക്ക് എത്തുന്നു. ഓക്കെ, ഈ സബ്സ്റ്റേഷനിലെത്തി കൃത്യമായിട്ട് ആ വോൾട്ടേജ് ഒക്കെ റെഗുലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി എവിടത്തേക്ക് കൊടുക്കുന്നു? നമ്മുടെ വീടുകളിലൊക്കെ തന്നെ എത്തുന്നു. കറക്റ്റ്? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ബോഡിയിലെ എനർജി സിസ്റ്റത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഈ ഇലക്ട്രിസിറ്റിയുടെ പവർ സ്റ്റേഷൻ എങ്ങനെയാണോ അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഒരു സോഴ്സ്. അതിനെ നമുക്ക് ഡിവൈൻ എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്താണോ ആ ഒരു അൾട്ടിമേറ്റ് സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിക്ക് എന്താണോ ഗോഡ് അല്ലെ, നമ്മുടെ റിലീജിയസ് ബേസിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആ ഒരു നിങ്ങളുടെ വിശ്വാസം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സോഴ്സിനെ സങ്കല്പിക്കാവുന്നതാണ്. ആ സോഴ്സിൽ നിന്നും ഒരു ഇൻവിസിബിൾ ചാനൽ വഴി ഈ ലൈഫ് ഫോഴ്സ് എനർജി, ഓക്കെ, ആ എനർജി എന്ത് ചെയ്യാണ്? ഒരു സബ്സ്റ്റേഷനിലേക്ക് വരികയാണ്. ഈ സബ്സ്റ്റേഷനുകളാണ് നമ്മുടെ ശരീരത്തിൽ 7 മർമ്മങ്ങളായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഒന്നാമത്തത് നിങ്ങളുടെ നട്ടെല്ലിന് ഏറ്റവും താഴ്ഭാഗത്തായിട്ട്, രണ്ടാമത്തത് നിങ്ങളുടെ നാഭി, മൂന്നാമത്തത് നിങ്ങളുടെ ഉദരത്തില്, നാലാമത്തത് നിങ്ങളുടെ ഹാർട്ടില്, അഞ്ചാമത്തത് നിങ്ങളുടെ ത്രോട്ടില്, ആറാമത്തത് നിങ്ങളുടെ ഐബ്രോസിന് മിഡിലായിട്ട്, ഏഴാമത്തത് നിങ്ങളുടെ ഹെഡിന്റെ ടോപ്പിലായിട്ട്. ഓക്കെ, ഈ മർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ആ മർമ്മത്തിനൊരു ക്ഷതം സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാലോ അല്ലെ? എന്താ പറ്റുക? ഈ പറഞ്ഞ 7 ഭാഗങ്ങളിൽ നമുക്ക് ആഞ്ഞൊരു ക്ഷതം സംഭവിച്ചാൽ എന്തായിരിക്കും പറ്റുക? എന്തായിരിക്കും പറ്റുക? ആള് ഡാമേജ് ആവും. ചിലപ്പോ എന്ത് ചെയ്യില്ല, ആള് മുന്നോട്ട് പിന്നെ എന്താ ചെയ്യാ? അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബെഡ് റിഡൻ. ചിലപ്പോ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ആള് നമ്മൾ പറയാല്ലേ, ചിലപ്പോ ആള് ഈ ഭൂമിയിൽ ഉണ്ടാകാനും ചിലപ്പോ സാധ്യതയില്ല. അതായത് നമ്മുടെ ലൈഫ് ഫോഴ്സ് എനർജി, പ്രാണ എന്ന് പറയുന്ന ആ ഒരു ലൈഫ് ഫോഴ്സ് എനർജി ഈ മർമ്മങ്ങളിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ആ എനർജി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന മർമ്മങ്ങളെ തന്നെയാണ് നമ്മൾ എനർജി സെന്റേഴ്സ്, ചക്രാസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ?
ഇപ്പൊ മനസ്സിലായി. അപ്പോ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചക്രകൾ എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ സബ്സ്റ്റേഷനുകൾ വർക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ട് വോൾട്ടേജ് ഒക്കെ കറക്റ്റ് ആക്കി കണക്ഷൻ ചാനൽ വഴി എല്ലാ ഭാഗത്തും കൊടുക്കും അല്ലെ. ഇതേപോലെ നമ്മുടെ കൃത്യമായി നമ്മുടെ എനർജി ഫ്ലോ കറക്റ്റ് ചെയ്ത് നമ്മുടെ നാഡികൾ വഴി ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും ആ ലൈഫ് ഫോഴ്സ് എനർജി എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിൽ ഉണ്ടാകുന്ന ചില പെർട്ടിക്കുലർ ഇമോഷൻസ്, ഓക്കെ, നമ്മുടെ ശരീരം ഒരു എനർജി ആണെങ്കിൽ ആ എനർജിയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ഇമോഷൻസ് ആണ്. ഇമോഷൻ എന്ന വാക്കിന്റെ അർത്ഥം എനർജി ഇൻ മോഷൻ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എവറി ഇമോഷൻ ക്രിയേറ്റ് എ എനർജി. ഓക്കെ, അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ആണെങ്കിൽ എന്ത് എനർജി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക? പോസിറ്റീവ് എനർജി. നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിലോ നെഗറ്റീവ് എനർജി. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് പാറ്റേൺസ്, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഇമോഷൻ ക്യാരി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറയുന്ന ഊർജ കേന്ദ്രങ്ങളിൽ, അതായത് എനർജി സെന്റേഴ്സിൽ ചില ബ്ലോക്സ് വരാനും അതുവഴി നമ്മുടെ എനർജി ഫ്ലോ ഇംബാലൻസ് ആകാനും സാധ്യതയുണ്ട്. ഇത് ഇംബാലൻസ് ആയാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പല പ്രോബ്ലംസും വന്നു തുടങ്ങാം. അപ്പൊ അതില് ഈ പറഞ്ഞ പെർഫെക്ഷനലിസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആൻസൈറ്റി, ഫിയർ എന്ന് ഞാൻ പറഞ്ഞു. അത് പ്രോബ്ലം ആയിട്ട് ബാധിക്കുന്നത് റൂട്ട് ചക്രേനെയാണ്. റൂട്ട് ചക്ര എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സേഫ്റ്റി, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രൗണ്ടിങ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യലാണ് റൂട്ട് ചക്രയുടെ ഡ്യൂട്ടി. എന്താണ് ഈ സേഫ്റ്റി, സ്റ്റെബിലിറ്റി എന്നൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, വെദർ ഇറ്റ്സ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, ഈ എല്ലാ മേഖലകളിലും നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു ഓക്കെ ഫീലിംഗ്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ്, ഞാൻ സേഫ് ആണ്, എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ സേഫ് ആണ്, എൻ്റെ ഫൈനാൻഷ്യൽ മേഖലകളിൽ ഞാൻ ഓക്കെ ആണ്, സേഫ് ആണ്, എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, കരിയറിൽ ഐ ഫീൽ ദാറ്റ് സേഫ്നെസ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോഴാണ് റൂട്ട് ചക്ര ബാലൻസ് ആയിരിക്കുക. ഇനി പറയാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് മീൻസ് റൂട്ട് ചക്ര ഇംബാലൻസ് ആണ്. അതിലൊരു റീസൺ ആണ് ഈ പറഞ്ഞ പെർഫെക്ഷനലിസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പല റീസൺസ് ഉണ്ട്, അതിലൊരു റീസൺ ആണ് ഇത് എന്ന് മാത്രം. ഓക്കെ, ഇനി ഈ ഒരു കാരണം കൊണ്ട് എന്തൊക്കെയാണ് റൂട്ട് ചക്രയിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാണ്. കാരണം സ്ട്രെസ് കൂടുന്നത് കൊണ്ട് ബോഡിയിൽ ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആകാനും അതുവഴി നമ്മളെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേഷൻ കൂടാനും ഒക്കെ തന്നെ കാരണമാവും. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഈ റൂട്ട് ചക്രയിൽ ഇംബാലൻസ് ആയവരിൽ കാണുന്ന ഫിസിക്കൽ സിംറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹിപ്പിന് ബാക്ക് സൈഡിൽ ഇൻഫ്ലമേഷൻ വരിക, റൈറ്റ് ലെഗിൽ നല്ല പെയിന് വരിക, ബോൺസ്, ജോയിൻസ് ഇതിനൊക്കെ തന്നെ ഭയങ്കര സ്റ്റിഫ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഈ വളരെയധികം ഈ പെയിൻ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഹെവി ആയിട്ടുള്ള ആങ്കറോ അല്ലെങ്കിൽ ഫിയറോ ഒക്കെ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ബിക്കോസ് അത്തരത്തിലുള്ള ബേർഡൻസ് എന്തെങ്കിലും ക്യാരി ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ലെഗിന് പെയിന് വരിക. അതൊരു സിംറ്റം മാത്രമാണ്. അപ്പോൾ റൂട്ട് ചക്ര അൺസേഫ് ആകാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ രീതിയിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തിനോ കരിയർ ഗ്രോത്തിനോ പല കാര്യങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാലും എന്തോ ഒരു മിസ്സിങ് എപ്പോഴും ഫീൽ ചെയ്യും. ഞാൻ എല്ലാം പെർഫെക്റ്റ്ലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഐ ഫീൽ സം മിസ്സിങ്. അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലോ സെൽഫ് എസ്റ്റീം. ഇത് ബാധിക്കുന്നത്
നമ്മുടെ സേക്രൽ ചക്രേനെയാണ്, അതായത് നാഭി എന്ന് പറയുന്ന ആ ഒരു മർമ്മം ഞാൻ പറഞ്ഞല്ലോ, ആ മർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സേക്രൽ ചക്ര വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോ അതിനെ ബാധിക്കുന്ന റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ലോ സെൽഫ് എസ്റ്റീം. അതായത് നമ്മുടെ സേക്രൽ ചക്ര എന്താണ് നമുക്ക് എൻഷുർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയും. പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, ക്രിയേറ്റീവ് എനർജി, ഐഡന്റിറ്റി. അപ്പോൾ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ ക്രിയേറ്റീവ് എനർജി എങ്ങനെയായിരിക്കും? അത് എന്താണ് ആക്ച്വലി എന്താണ് അവരുടെ ഉള്ളിലുള്ള ഹിഡൻ ടാലന്റ് എന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ വരും. മേ ബി അവർ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ബട്ട് ഈ ഒരു കാര്യം അവരെ എന്ത് ചെയ്യും, മുന്നോട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴല്ലേ അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുക. പക്ഷെ ആ ഒരു ക്ലാരിറ്റി ഇല്ലാതെ തൻ്റെതായിട്ടുള്ള എല്ലാ സർഗാത്മകതയും മറന്നു പോകുക അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ ബ്ലോക്ക്ഡ് ആവുക. അപ്പം താൻ ഒന്നിനും പറ്റാത്ത അല്ലെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കഴിയില്ല, പെർഫെക്റ്റ് ആവില്ല. അവരെന്താവും? പകുതിക്ക് അവിടെ സ്റ്റക്കാവും. അതെ. അതിന്റെ ാണ് ഡോപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോൺ വർക്ക് ചെയ്യുന്നത് സേക്രൽ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഡോപ്പാമിൻ നല്ല രീതിയിൽ കുറയാൻ അല്ലെങ്കിൽ ഓവറായിട്ട് കൂടാനും സാധ്യതയുണ്ട്. അതായത് ഈ പെർഫെക്ഷനലിസം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാത്തിനും ചെറിയ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് അപ്രിസിയേഷൻ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ടുള്ളവരും ഉണ്ടാവും. രണ്ടാണെങ്കിലും കുറച്ച് പണിയാണ്. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്, നമ്മുടെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്രിയേറ്റീവ് എനർജീനെ എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ യു മസ്റ്റ് ബാലൻസ് യുവർ സേക്രൽ ചക്ര ഓൾസോ. ഓക്കെ, ദെൻ അടുത്ത ഈ പെർഫെക്ഷനലിസം അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് കോൺഫിഡൻസ് കുറക്കുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെ? നിങ്ങൾ ഇത് എന്ന് പറയുന്ന സമയത്ത് അയ്യോ അത് ശരിയാവോ, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് വരും. അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും. കോൺഫിഡൻസിനെ ബാധിക്കുന്ന സമയത്ത് ഇവൻ അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യില്ല, അതിനുവേണ്ടി ശ്രമിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ പല ഇമോഷൻസും അവരെന്ത് ചെയ്യാൻ തുടങ്ങും? സപ്രസ് ചെയ്യാൻ തുടങ്ങും. മേ ബി അവർക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും ഇത് ചെയ്താലോ എന്ന്, പക്ഷെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ അവർക്ക് എന്ത് തോന്നും? ഈ പെർഫെക്ഷനലിസം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവും, മതി, ഇനിയിപ്പൊ പകുതി കിട്ടി നിർത്തേണ്ടി വന്നാലോ എന്നുള്ളൊരു തോട്ട് വന്നിട്ട് അവരെന്ത് ചെയ്യും? അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇത് അവർക്ക് സപ്രഷൻ ഓഫ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അവരെ കൊണ്ടുപോകും. ഇത് ഏത് ചക്രനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സോളാർ പ്ലെക്സ്, അതായത് നിങ്ങളുടെ ഉദരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. നമ്മൾ പറയില്ലേ നമ്മുടേതായിട്ടുള്ള കുറെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ സപ്രഷൻ ചെയ്തു വെക്കുന്നവരാണെങ്കിൽ മേ ബി നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടുള്ള ചിലപ്പോൾ പല റെസ്ട്രിക്ഷൻ ഉണ്ടാവും നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാ ആഗ്രഹങ്ങളെയും സപ്രസ് ചെയ്ത് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് സോളാർ പ്ലെക്സ് ചക്രയിലായിരിക്കും മെയിൻ ആയിട്ട് പ്രോബ്ലംസ് വരിക. അതെങ്ങനെയാണ് അവരെ ഫിസിക്കലി ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, മെയിൻ ആയിട്ട് അൾസർ, അസിഡിറ്റി പോലത്തെ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രയൊക്കെ നമ്മൾ ഫുഡ് മാറ്റി കഴിച്ചാലും എന്തൊക്കെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ കണ്ടീഷൻസ് മാറാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ടെൻഷൻ ഉണ്ടാവും. യെസ്, ലോങ് ടൈം ആയിട്ട് അവരെന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ ഇമോഷൻസ് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോ അത് മറ്റൊരു കാര്യം.
അപ്പൊ അടുത്ത ചക്രം എന്തായിട്ടുണ്ട്? ബ്ലോക്ക് ആയിട്ടുണ്ട് അല്ലെ? ഇനി നെക്സ്റ്റ് ഹാർട്ട് ചക്ര. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓവർ എക്സ്പെക്ടേഷൻ നമ്മളെ കൊണ്ടുപോയി പ്രശ്നത്തിലാക്കും എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. അപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യോ? ഒരു നോർമലി ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ? ആ ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ദേഷ്യം, അത് പാർട്ട്ണർ ആകണം എന്നൊന്നുമില്ല, നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ അല്ലെ, നമ്മൾ അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബ് ആകും, നമുക്ക് അവരുടെ അടുത്ത് ദേഷ്യം തോന്നും, ചിലപ്പോൾ പല വികാരങ്ങളും നമുക്ക് തോന്നും. ഇതൊക്കെ നമ്മുടെ ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്രനെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ അല്ലെ. ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ കംപ്ലീറ്റ് സർക്കുലേറ്ററി സിസ്റ്റം അവിടെയാണല്ലോ. അപ്പൊ അതിന്റെ എന്താ പറയാ, എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആലോചിക്കുന്ന സമയത്ത് ഹാർട്ടില്, ചെസ്റ്റിൽ നമുക്ക് ഒരു ടൈറ്റ്നെസ് വരിക, ഷോൾഡറിന്, ബാക്ക് നെക്കിൽ വേദന വരിക, ഇങ്ങനെ കുറെ പ്രോബ്ലംസ്. ഓക്കെ, ഇതൊക്കെ തന്നെ ഹാർട്ട് ചക്രയും ഈ ചക്ര ബ്ലോക്ക് ആവാൻ അല്ലെങ്കിൽ ഈ എനർജി പോയിന്റ്സ് ബ്ലോക്ക് ആകാൻ ഇത് മാത്രമാണോ റീസൺ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇതും ഒരു റീസൺ ആണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് ഇതായത് കൊണ്ടാണ് ഇതിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ റീസൺ യെസ് പറയൂ. മാം, ഈ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവുന്നതെന്ന് വെച്ചാൽ മാം പറഞ്ഞില്ലേ, അത് എങ്ങനെയാ? ഇപ്പൊ മാം കൊലീഗ്സിന് എക്സാമ്പിൾ പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അവിടെ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണോ ഈ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവുന്നത്? അതൊരു ഇമോഷണൽ ഇംബാലൻസ് ആണോ ഹാർട്ട് ചക്ര മാം ഉദ്ദേശിക്കുന്നത്? ഹാർട്ട് ചക്ര ശരിക്കും നമുക്ക് ബാലൻസ് ആകണമെങ്കിൽ നമ്മളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആക്സെപ്റ്റൻസ് ആണ് അവിടെ. ഓക്കെ, വിത്തൗട്ട് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രീ ജഡ്ജ്മെന്റൽ അല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ആക്സെപ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ചക്രയുടെ ബാലൻസിന് പറയുന്നത്. പക്ഷെ നോർമലി നമുക്കത് പെട്ടെന്ന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എല്ലാം ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് അത് അത്രയും എന്താണ് കുറേ അധികം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കല്ലാതെ പെട്ടെന്ന് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന ഓരോ വികാരവും, ഇപ്പൊ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ഒരു കാര്യം ഒരാളെടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, മേ ബി അത് നല്ല രീതിയിലായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാകുക, അത് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്തായി ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടിൽ, ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെന്താക്കും, നമ്മുടെ മനസ്സിൽ ആ പെർട്ടിക്കുലർ പേഴ്സണോട് ഭയങ്കര ഇഷ്ടമായിരിക്കോ തോന്നിക്കുക? സാധാരണ രീതിയിൽ പറഞ്ഞാൽ മതി, നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നത് എന്തായിരിക്കും? ദേഷ്യം തോന്നൂലേ? ഒരു ഇഷ്ടക്കേട് തോന്നും. ആ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം പോലും അത് നമ്മളെയാണ് കൃത്യമായിട്ട് ബാധിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് ആരോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാലും അയാളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ ഈ ഹാർട്ട് ചക്രയെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് എങ്ങനെ കോപ്പപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ വരുന്ന എന്ത് നെഗറ്റീവായിട്ടുള്ള ഇമോഷനും ഇത് എങ്ങനെ തിരിച്ചറിയാന്ന് ചോദിച്ചാൽ, ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഭാഗത്ത് ഒരു ടൈറ്റ്നെസ്സോ നിങ്ങൾക്കൊരു ബ്രീത്തിങ് ഇഷ്യൂസോ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ഇമോഷൻ നിങ്ങളുടെ ബോഡി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലും വലിയൊരു സിംറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി തരാനില്ല. അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ബോഡിനോട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരാളെടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് കറക്റ്റ്. ഇനി ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ബോഡി അത് അഡാപ്റ്റ് ചെയ്യുന്നില്ല, അത് റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. പെയിൻ ആണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല.
നല്ല അവതരണം ആ മാഡം, നല്ല അവതരണം. നല്ല പ്രസന്റേഷൻ. താങ്ക് യു. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു റൂട്ട് കോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രശ്നമായിട്ട് പറയുന്നത് കണ്ടീഷണൽ പാരന്റിങ് ആണ്. ഇതിന്റെ റൂട്ട് കോഴ്സ് നമ്മൾ തിരഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ചെന്ന് എത്തിപ്പെടുന്നത് ചൈൽഡ്ഹുഡിലാണ്, മെജോറിറ്റി കേസസിൽ. കണ്ടീഷണൽ പാരന്റിങ് എന്താണെന്നുള്ളത് പ്രത്യേകം ഞാൻ ഈ ഒരു മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണമെന്ന് തോന്നുന്നില്ല അല്ലേ. കണ്ടീഷണൽ അത്ര ആ ഒരു സ്ട്രിക്ട് പാരന്റിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ പറയില്ലേ, എല്ലാത്തിനും ഒരു കണ്ടീഷൻ കൊടുക്കുക. ഒരു കുട്ടിക്ക് ഒരു സാധനം നമ്മൾ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് ചെയ്തു കൊടുക്കുക അല്ലേ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നിന്നോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ അല്ലെ. നീ ഈ പരീക്ഷയ്ക്ക് പാസ്സായാൽ മാത്രമേ എന്നോട് നീ സംസാരിക്കണ്ടു അല്ലെ. അതേപോലെ നീ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ഒരു കാര്യം സംസാരിക്കരുത് അല്ലെ. പണ്ട് ചെറുപ്പത്തില് പല രീതിയിലും നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പോ എപ്പോഴും നമ്മുടെ തോട്ട് എന്തായിരിക്കും, അങ്ങനെ ആ ഒരു അവസ്ഥയിൽ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ വരുന്ന ഒരു തോട്ട് എന്തായിരിക്കും, ഓക്കെ അച്ഛനും അമ്മയുടെ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ എല്ലാം എന്ത് ചെയ്യണം, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലെ. അങ്ങനെ ഒരു തോട്ട് വരില്ലേ. സ്നേഹവും അറ്റൻഷനും ഒക്കെ കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ഈ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതി അവിടുന്ന് ചെറിയ പ്രായത്തിൽ തുടങ്ങും. ഇതിങ്ങനെ അവരുടെ ഉള്ളില് അവരെന്തിനിത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ല, അവർക്ക് ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യം അവരിങ്ങനെ വളരും തോറും അവരുടെ കൂടെ തന്നെ വളരും. അതൊരു നല്ല കാര്യമാണ്, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. ബട്ട് വിത്തൗട്ട് കണ്ടീഷൻ ആണെങ്കിൽ ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. ഇനി കണ്ടീഷനോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ മുറിവ് ആ കുട്ടി വളരുന്നതിനനുസരിച്ച് അത് വളരുകയും പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു ഹസ്ബൻഡിന്റെ വീട്ടിൽ, ഞാൻ ഇതൊക്കെ റിയൽ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു കല്യാണം കഴിഞ്ഞ് ആ ഒരു വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനോഭാവം എന്തായിരിക്കും, ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ അവരുടെയൊക്കെ അറ്റൻഷൻ എനിക്ക് കിട്ടണമെങ്കിൽ, എല്ലാവരും എന്നെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു അവസ്ഥയിൽ വളർന്ന കുട്ടീനെ സംബന്ധിച്ച് അവരുടെ തോട്ട് എന്തായിരിക്കും, എന്തായിരിക്കും ഒന്ന് പറയാവോ? എല്ലാവരും പറയുന്നത് അങ്ങ് അനുസരിക്കുക, മീൻസ് ടു മേക്ക് എവറിബഡി ഹാപ്പി, അൺലെസ് അത് അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂല. എന്ത് സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, എന്ത് ചെയ്യും, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. മാസങ്ങള് വർഷങ്ങള് ഞാൻ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു സമയം കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക എനിക്കിത് തുടരാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി. അപ്പോ ആ സമയത്ത് തിരിച്ച് ചിന്തിക്കുന്ന സമയത്താണ് ഇതിന്റെ ഞാൻ കടന്നു വന്നല്ല, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ മനസ്സിലാക്കുക. ആ സമയത്തേക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ളവര് ഈ ഒരു പാറ്റേൺ അവര് നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവരത് മാറ്റുമോ? ഇല്ല, നമ്മൾ മൊത്തത്തിൽ ട്രാപ്പായി. ഇത് തന്നെയാണ് നേരെ ഓപ്പോസിറ്റും സംഭവിക്കുക. എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് ചെയ്തു കൊടുത്ത് അവസാനം ചെയ്തു കൊടുക്കാതാകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്ത് പിന്നെ ഒരു സമയം നമുക്കത് ചെയ്തു കൊടുക്കാതെ പറ്റിക്കഴിഞ്ഞാൽ അവിടെയും ക്ലാഷ് ആണ്. അപ്പോ ഈ ഒരു പാറ്റേൺ അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ പാരന്റിങ് കൊടുക്കുന്ന ഇതിൽ ഒരുപാട് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, കുഞ്ഞു കുഞ്ഞു വിജയങ്ങളിലും അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക. അതുപോലെ എല്ലാം പെർഫെക്റ്റ് ആക്കുക എന്നുള്ളൊരു കാര്യം അവരിൽ ഇൻജക്ട് ചെയ്ത് വല്ലാതെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. നന്നായിട്ട് അവർ ചെയ്തു കഴിഞ്ഞാൽ അവർ അപ്രിഷിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാതെ അവരെ കണ്ടീഷണലി ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് അവരെ എന്ത് ചെയ്യും, യെസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
അവര് എന്ത് ചെയ്യും, കുറച്ച് കഴിയുന്ന സമയത്ത് വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഒരുപാട് കേസസ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. നമ്മുടെ കുട്ടികള് ഈ പറയുന്ന ഒരു പെർഫെക്ഷനലിസം ഇല്ലാതെ നമുക്ക് ചെറിയ പ്രായത്തിൽ ശരിക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് പറയാ, പേടിയാണല്ലേ. നമ്മുടെ മക്കളെ ഈ എന്താ അവരുടെ അടുത്ത് പറയേണ്ടത് എന്ന് പോലും നമുക്കിപ്പോ പേടിയാ. മാം പറഞ്ഞു. മാം ഒരു ഡൗട്ട് വെച്ചോട്ടെ. മാം ഇപ്പൊ കണ്ടീഷണൽ പാരന്റിങ് പറഞ്ഞില്ലേ? സോ മാം പറഞ്ഞത് ഇപ്പം ലൈക്ക് ഇപ്പം ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ നിന്നോട് മിണ്ടുള്ളൂ. പക്ഷെ ഒരു ഡൗട്ട് വെച്ചോട്ടെ, നമ്മൾ ഈ പോസിറ്റീവ് മോട്ടിവേഷനിൽ ഇപ്പം ഇൻ കേസ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിക്കുക, ലൈക്ക് ഇഫ് നന്നായി സ്കോർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് തരും, അല്ലെങ്കിൽ ഈ ബുക്ക് മേടിച്ചു തരും, അല്ലെങ്കിൽ ഒരു ടോയ് മേടിച്ചു തരും, അതൊരു പോസിറ്റീവ് ടൈപ്പ് മോട്ടിവേഷൻ ആവൂലേ? അവിടെ കണ്ടീഷണൽ പാരന്റിങ്ങിൽ പെടുവോ? അത് ഒരു ഡൗട്ട്. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അത് കൺവേ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഫോഴ്സ്ഫുള്ളി, അതിന് പല ടോൺ ഉണ്ട്. നമ്മൾ ആ പറയുന്ന സമയത്തുള്ള ടോണ്, ഗസ്റ്റേഴ്സ്, ഇതൊക്കെ നോട്ടബിൾ ആണ്. നിങ്ങൾ പറയണം, ഓക്കെ ഇത് അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് മേടിച്ചു തരുന്നു, വളരെ ഹാപ്പിനെസ്സോട് കൂടി പറയുന്നതും നീ ഇത് ചെയ്താൽ മാത്രമേ നിനക്കിത് കിട്ടുന്നു പറയുന്ന ഈ രണ്ട് ടോണിനും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഓക്കെ ഓക്കെ, യെസ് മാം. അപ്പോൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ആ കൊടുക്കുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന ആ പ്രൈസിന്റെ വാല്യൂ അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അവർക്കത് കൺവേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്തു പറ്റുന്നറിയോ, നിങ്ങൾ കുറെ കഴിയുന്ന സമയത്ത് അവര് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ വലിയ വലിയ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായോ? യെസ് മാം, അത് ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. അത് ഒരു റെഗുലർ പ്രാക്ടീസ് ആവുകയാണെങ്കിൽ അത് വിഷയമുണ്ടോന്ന്. ലൈക്ക് ഇപ്പൊ ഇപ്രാവശ്യം ഇത് തന്നു, നെക്സ്റ്റ് ടൈം എന്തോ തരും, ലൈക്ക് അതാണ് ഞാൻ ചോദിക്കാൻ തുടങ്ങിയത്. ഓക്കെ ഫൈൻ മാം. സമയം അവര് ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ അവരെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാറും. അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നമുക്ക് വലിയ പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള ആൾ പറയാൻ തുടങ്ങും, എന്താണ് നിങ്ങൾ അന്നേ അത് കൊടുത്ത് പഠിപ്പിച്ച് ശീലിച്ചിട്ടാണ് അല്ലെ, പറയില്ലേ? അത് കൺവേ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് ആ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ഓക്കെ മാം. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മേഖല എന്താണ്, കിഡ്സ് ആൻഡ് പാരന്റ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്തൊക്കെ അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ വെബിനാർസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഇൻവോൾവ് ആകുക, എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു സൈക്കോളജി എന്നുള്ളത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, ക്ലാസ് ഇങ്ങനെ നീണ്ടു പോകും. ഓക്കെ, അപ്പം മറ്റൊരു അവസരത്തിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധാസ് മിഡിൽ തിയറി അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അതിൽ ഏറ്റവും നല്ല കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ എക്സ്ട്രീമിലുള്ള കഠിനമായിട്ടുള്ള കാര്യങ്ങളും അവിടെ വയ്ക്കുക, വളരെയധികം ലേസിനെസ് ആയിട്ടുള്ള ആ ഒരു കാര്യം അവിടെ വെച്ചിട്ട് ഒരു ബാലൻസ് ആയ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുക. ഇതിന് നിങ്ങൾക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഷ്വലൈസേഷൻ പറഞ്ഞു തരാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, സ്പീഡ്ലി ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇമാജിൻ നിങ്ങളുടെ മുന്നിൽ ഒരു പടിക്കെട്ടുകൾ നിങ്ങൾ സങ്കല്പിക്കുക. അത്യാവശ്യം ഉയരത്തില് വെളുത്ത പടികളോട് കൂടിയ പടിക്കെട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് അതിന് ടോപ്പിലായിട്ട് നിങ്ങളുടെ സക്സസ്ഫുൾ വേർഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, വിത്ത് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻ, കരിയർ എല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടോട് കൂടിയിരിക്കുന്ന ആ ഒരു വേർഷനെ നിങ്ങൾക്ക് അവിടെ മേലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് യു വോണ്ട് ടു റീച്ച് ദാറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെ ആ ഒരു വേർഷനോട് മേർജ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, നിങ്ങളുടെ മുന്നിൽ പടിക്കെട്ടുകൾ കാണുന്നുണ്ട്. സങ്കല്പിക്കുക, ഓരോ പടിക്കെട്ടുകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പടിക്കെട്ടുകൾ ഓരോന്ന് കയറുന്നതും
ഒരു 5 പടിക്കെട്ടുകൾ ചേർത്ത് വെച്ച് കയറാൻ ശ്രമിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലേക്ക് തിരിച്ചറിയാം. നിങ്ങൾ ഒരു 5 പടിക്കെട്ടുകൾ ചേർത്ത് ഒന്നിച്ച് മുന്നിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നതായി ഇമാജിൻ ചെയ്യാം. Is it possible? No. Then ഓരോ പടികളായിട്ട് നിങ്ങൾ കയറുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. വളരെ സ്ലോ ആയി ഓരോ പടിക്കെട്ടുകൾ സുരക്ഷിതമായി മുന്നിലേക്ക് വച്ചുകൊണ്ട് കയറിപ്പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. പതുക്കെ ഓരോ ചുവടുകളും നിങ്ങൾ മുകളിലേക്ക് കയറുന്നതായി ഇമാജിൻ ചെയ്യാം. ഇനി വളരെ കുറഞ്ഞ പടിക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനായിട്ട്. ആൻഡ് ഇമാജിൻ പതുക്കെ ഓരോ ചുവടുകൾ നിങ്ങൾ വെക്കുക. ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങൾ ആ ഒരു പോയിന്റിൽ എത്തുന്നതായും നിങ്ങളുടെ ആ ഒരു വേർഷനോട് മേർജ് ആകുന്നതായിട്ടും ഇമാജിൻ ചെയ്യാം. And relax. Now gently open your eyes. Okay. What you actually feel? എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ആ ഒരു വിഷ്വലൈസേഷനിൽ നിന്ന്? ഒരാൾ പറയാവോ? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? 2 രീതിയിൽ നിങ്ങളെടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തോന്നിയത്? അതായത് നമ്മള് കുറെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. അതായത് ഇങ്ങനെ നമ്മൾ അങ്ങനെ എത്തും എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു സ്ട്രെസ്. അതേസമയം ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഭയങ്കര കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും ആ കാലെടുത്ത് വെക്കുന്നതും നമ്മൾ നടന്നവിടെ ചെല്ലുന്നതും അതിലോട്ട് ഇങ്ങനെ ലയിച്ച് ചെയ്യുന്നതും ഒക്കെ നന്നായിട്ട് നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? നമ്മൾ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളവിടെ എത്താതെ വീണു പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ? അതേസമയം ഓരോ പടികളും ഭദ്രമായി എടുത്തു വെക്കുകയാണെങ്കിൽ, തുടർച്ചയായി നമ്മൾ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ സ്മൂത്തായി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് അവിടെ എത്താം. പക്ഷെ എങ്ങനെ പോയിരിക്കണം? വളരെ സ്മൂത്തായി ഓരോ ടാസ്കുകളും, നമ്മുടെ ഓരോ പടിക്കെട്ടുകൾ എന്ന് പറയുന്നത് ഓരോ ടാസ്കുകളാണ്. ആ ടാസ്കുകളെ ടാസ്കുകളായി തന്നെ കണ്ടിട്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ അലൈൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓരോ ദിവസവും 1% കൊടുക്കാൻ തയ്യാറായാൽ മതി. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ദിവസവും ഞാൻ 1% എങ്കിലും എനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ടാസ്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതായത് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിട്ട് മാറ്റുക. എല്ലാം ഒന്നിച്ച് സെറ്റ് ചെയ്യുന്നതിന് പകരം ആ ഒരു അൾട്ടിമേറ്റ് ഗോളിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ ഗോളുകളായിട്ട് സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 21 ഡേയ്സ്, അതുപോലെ 90 ഡേയ്സ്, ഏറ്റവും കുറഞ്ഞ നമ്മളൊരു 90 ഡേയ്സിലേക്കൊക്കെ ഒരു ഗോള് സെറ്റ് ചെയ്യുക. അതുപോലെ 1.5 ഇയറിലേക്ക് ഒരു ഗോള് സെറ്റ് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് പീരീഡിൽ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ബിഗ് ഗോളിലേക്ക് എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പോയി എത്തിച്ചേരാൻ അത്ര ഡിഫിക്കൽട്ടി തോന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ ടാസ്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതുപോലെ ഈ ഓരോ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളും നിങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാം. ചെറിയ വിജയങ്ങളെ പോലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ എഴുതുകയാണ്, ഞാൻ ഇന്നൊരു 5 പേജ് ബുക്ക് വായിക്കും. പക്ഷെ നിങ്ങൾക്ക് 5 പേജ് വായിക്കാൻ പറ്റിയില്ല, നിങ്ങളൊരു 3 പേജ് വായിച്ചു. അതിന് നിങ്ങൾക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാം അല്ലെ? രാവിലെ എഴുന്നേൽക്കുന്നതിനേക്കാളും ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റു, അതിന് നിങ്ങൾക്ക് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നിങ്ങളത് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ
എല്ലാ കാര്യങ്ങളും പോസിബിൾ ആകും എന്നുള്ളതാണ്. അപ്പൊ ചെറിയ വിജയങ്ങളെ പോലും ആഘോഷിക്കാനായിട്ട്, അഭിനന്ദിക്കാനായിട്ട്, നിങ്ങളെ സ്വയമേ അഭിനന്ദിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഹിഡൻ പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷനിൽ ഫൊഗിവ്നെസ് പ്രെയർ, ഫൊഗിവ്നെസ് മെഡിറ്റേഷൻ ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് കാം ചെയ്യാനും, നമ്മുടെ ആ ഒരു ഇന്നർ വേർഷനെ ഒന്ന് റിലാക്സ് ചെയ്തെടുക്കാനും, നമ്മുടെ തന്നെ ക്വാളിറ്റീസും എബിലിറ്റീസും പറഞ്ഞു മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മിഡിൽ പാത്ത് തിയറി ഫോളോ ചെയ്യുക. ആ ഒരു മിഡിൽ ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ബാലൻസ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് മനസ്സ് സെറ്റ് ചെയ്യുക. രണ്ടാമത്തത് ടാസ്കുകളെ കുഞ്ഞു കുഞ്ഞായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. കൂടാതെ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു വിജയങ്ങളെ നിങ്ങൾ ആസ്വദിക്കാനും നിങ്ങളെ തന്നെ അഭിനന്ദിക്കാനായിട്ടും ശ്രമിക്കുക. അതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ കൂടെയാണ്. നമ്മുടെ വിജയങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലഷർ എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ മെഡിറ്റേഷന്റെ കാര്യങ്ങളിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, ബ്രീത്ത് വർക്കുകൾ പ്രാക്ടീസ് ചെയ്യുക. മേ ബി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് കിട്ടിക്കൊള്ളണമെന്നില്ല, നോ പ്രോബ്ലം. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും, അത് തീർച്ചയാണ്. ഓക്കെ, അതുപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഫൊഗിവ്നെസ് പ്രെയർ, ഹോപ്പ്നോപ്പനോ, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ ഏറ്റവും റിലാക്സിങ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ ബ്രീത്ത് വർക്കിന്റെ പലതരത്തിലുള്ള ബ്രീത്ത് ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ തന്നെ പേഴ്സണാലിറ്റിയിലൊക്കെ തന്നെ നമുക്ക് റിലാക്സേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ് കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ഇത്രയും ക്ഷമയോടെ നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി പറയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ